അപ്പൊ വെൽക്കം ബാക്ക് ഗൈസ് ടു ഫിൽമി രസം. ആദ്യം തന്നെ പറയാനുള്ള ഒരു ചെറിയ സോറി, കാരണം ഇത് ഞങ്ങൾ ക്രൈം ഫയൽസിന്റെ റിവ്യൂ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഒരു 2-3 ദിവസമായി ആയെന്നറിയാം ക്രൈം ഫയൽസ് ഇറങ്ങിയിട്ട്. പക്ഷെ എന്തെങ്കിലും സാരമില്ല, കുറച്ച് ബിസി ആയി പോയി. സോ റിവ്യൂലേക്ക് കടക്കാം. അപ്പൊ റിവ്യൂ കാണുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും സീസൺ 1 കണ്ടിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം സീസൺ 1 ആണ് കേരള ക്രൈം ഫയൽസിന്റെ സീസൺ 1 ഉണ്ട്. ഇപ്പൊ ഇറങ്ങിയിരിക്കുന്ന സീസൺ 2 ആണ്. പക്ഷെ അതൊക്കെ ആണെങ്കിലും സീസൺ 1ഉം സീസൺ 2ഉം തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. ഇപ്പൊ സീസൺ 2 ആണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ട് വിടുവൊന്നുമില്ല. നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ടാണേലും വേണേ പോയി സീസൺ 1 കാണാവുന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് പറഞ്ഞു തുടങ്ങാനുള്ളതെന്ന് വെച്ചാൽ ബ്രില്യന്റ് ആയിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഈ സീരീസ്. ഇറ്റ്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആൻഡ് അതിന്റെ ക്യാമറ ആയിക്കോട്ടെ, ഡയറക്ഷൻ ആയിക്കോട്ടെ, എല്ലാം നമുക്ക് എല്ലാ സെഗ്മെന്റ്സിലേക്കും നമുക്ക് കിടക്കാം. പക്ഷെ ഓവറോൾ നമുക്ക് പറയാനുള്ളത് ദിസ് സീരീസ് ഡിസേർവ്സ് അറ്റ്ലീസ്റ്റ് 8 ഔട്ട് ഓഫ് 10 ആൻഡ് വളരെ നല്ലോണമാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ആദ്യത്തെ സെഗ്മെന്റ് ആയ ഡയറക്ഷനിലേക്ക് കിടക്കാം. ഡയറക്ഷൻ ചെയ്തേക്കുന്നത് അഹമ്മദ് കബീർ എന്ന് പറയുന്ന വ്യക്തിയാണ്. ബ്രില്യന്റ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് സീസൺ 1 കണ്ടിട്ട് രോമാഞ്ചം കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് സീസൺ 2 കാണുമ്പോൾ അതുപോലെ തന്നെ ഇരിക്കും. കാരണം അല്ലാണ്ട് വലിയ രീതിയിൽ ഒരു പ്രശ്നമുള്ള പോലെ നമുക്ക് തോന്നില്ല. ഡയറക്ഷൻ ഒക്കെ വളരെ നന്നായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനിയാണ് നമുക്ക് അതിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഫാക്ടറായ നമ്മുടെ കാസ്റ്റിംഗിലേക്ക് പോകാം. കാസ്റ്റിംഗ് വൈസ് നോക്കുവാണെങ്കിൽ സീസൺ 1നേക്കാളും അടിപൊളിയായിരിക്കും സീസൺ 2. സീസൺ 2വിനകത്ത് നമുക്ക് മെയിൻ റോൾ ആക്ച്വലി ആക്ട് ചെയ്തിരിക്കുന്നത് അർജുൻ രാധാകൃഷ്ണനാണ്. കൂടാതെ അജു വർഗീസ് ഉണ്ട്, ഇന്ദ്രൻസ് ഉണ്ട്, ഹരിശ്രീ അശോകൻ ഉണ്ട്. ഇവരൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇവരെല്ലാവരും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. പക്ഷെ എടുത്തു പറയേണ്ട ആള് നമ്മൾ ഹരിശ്രീ അശോകനും ഇന്ദ്രൻസും ആണ്. ദേ ഹാവ് ഡൺ വെരി വെൽ ആൻഡ് മാഗ്നിഫിസന്റ്. ആൻഡ് അവര് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് ഒരുപക്ഷെ സിനിമ ഇൻഡസ്ട്രിയിൽ വന്നത് ഹ്യൂമർ കാണിക്കാനായിരിക്കും. പക്ഷെ ഒരു സീരിയസ് റോൾ വരികയാണെങ്കിൽ അത് എങ്ങനെ അഭിനയിക്കണം, അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അത് എങ്ങനെ ഔട്ട് ക്ലാസ് ചെയ്യണം എന്നുള്ള വ്യക്തമായ ചിന്ത അവർക്ക് തന്നെ ഉണ്ട്. അത് നമുക്ക് ഈ സീരീസ് കാണുമ്പോൾ മനസ്സിലാവും. ഇന്ദ്രൻസ് അത് നേരത്തെ തന്നെ പ്രൂവ് ചെയ്തതാണ്. ഹോം അല്ലെങ്കിൽ നമ്മുടെ അഞ്ചാം പാതിരക്കകത്ത് റിപ്പർ ആയിട്ട് വരുന്ന വേഷം ഇതിലൂടെ ഒക്കെ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഹരിശ്രീ അശോകന്റെ ഒരു സീരിയസ് വേഷം നമുക്ക് ഈയിടെ കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷെ അത് നമുക്ക് ഈ കേരള ക്രൈം ഫയൽ സീസൺ 2-ൽ നമുക്കത് വ്യക്തമായിട്ട് കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിനകത്ത് പറയേണ്ട ഒരു കാര്യം വെച്ചാൽ കാസ്റ്റിംഗിൽ അജു വർഗീസ് ആണ്. അജു വർഗീസ് ഹാസ് ഡൺ അഗൈൻ അബ്സല്യൂട്ട്ലി മാഗ്നിഫിസന്റ്. അർജുൻ രാധാകൃഷ്ണൻ ആണ് പക്ഷെ എങ്കിലും ഇതിന്റെ മെയിൻ സ്റ്റാർ കാസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ സീസൺ 1-ല് മെയിൻ സ്റ്റാർ കാസ്റ്റ് ചെയ്തിരുന്നത് അജു വർഗീസ് തന്നെയാണ്. ഓക്കെ, നമ്മുടെ അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത് സ്റ്റോറി ലൈൻ ആണ്. സ്റ്റോറി ലൈൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. പക്ഷെ എനിക്ക് പേഴ്സണൽ ആയിട്ട് തോന്നിയത് കേരള ക്രൈം ഫയൽസ് ആണ് സീസൺ 2-ന്റെ സ്റ്റോറി ലൈനേക്കാളും നല്ലതെന്ന്. ഇറ്റ് വാസ് കാരണം ത്രില്ലിംഗ് ആയിക്കോട്ടെ, ഇപ്പൊ നമുക്കൊരു ത്രില്ലിംഗ് എന്ന ടോപ്പിക് എടുക്കുകയാണെങ്കിൽ കേരള ക്രൈം ഫയൽ സീസൺ 1 വാസ് മോർ ത്രില്ലിംഗ് ദാൻ സീസൺ 2 എന്നാണ് എനിക്ക് തോന്നിയത്. ഒരു പക്ഷെ എനിക്ക് മാത്രം പേഴ്സണൽ ആയിട്ട് തോന്നിയ കാര്യമായിരിക്കാം, നിങ്ങൾ എല്ലാവരും അഗ്രി ചെയ്യണമെന്നില്ല. പക്ഷെ അങ്ങനെയാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. ത്രില്ലിംഗ് ആയിട്ട് സീരീസ് എനിക്ക് സീസൺ 1-ലായിരുന്നു. അജു വർഗീസിന്റെ ഒരു മികച്ച പെർഫോമൻസും ആയിരുന്നു. കൂടുതൽ ത്രില്ലിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് സീസൺ 1 ആണ്. അപ്പൊ നമ്മുടെ അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത് ക്യാമറ ആൻഡ് സിനിമാറ്റോഗ്രഫി ആണ്. എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. 2 സെഗ്മെന്റ്സ് വെരി വെൽ ഡൺ ആണ്, ഒരു സംശയവുമില്ല. അത് സീസൺ 2 കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ക്യാമറ ആൻഡ് സിനിമാറ്റോഗ്രഫി വെരി വെൽ ഡൺ, ഒരു സംശയവുമില്ല. ഇനി നമുക്ക് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അജു വർഗീസ് തന്നെയാണ്. സീസൺ 1 കണ്ടിട്ടുള്ള ഒരാൾക്ക് സീസൺ 2 കാണുമ്പോൾ അജു വർഗീസ് വരുമ്പോൾ കിട്ടുന്ന ഒരു രോമാഞ്ചം വേറെ തന്നെയാണ്. അതൊരു പക്ഷെ എനിക്ക് മാത്രം തോന്നിയതായിരിക്കാം. പക്ഷെ സീസൺ 1 കാണാത്ത ഒരാൾ സീസൺ 2 കാണുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നണമെന്നില്ല. പക്ഷെ സീസൺ 1-ലെ അജു വർഗീസിന്റെ ഒരു പെർഫോമൻസ്, ലാലായിട്ടുള്ള ഇന്റർ കണക്ഷനും ഒക്കെ ഉള്ള ആ ഒരു പെർഫോമൻസ് കാണുമ്പോൾ അത് കണ്ട് സീസൺ 1 കണ്ട് തീർത്ത ഒരാൾക്ക് സീസൺ 2-ൽ അജു വർഗീസ് വരുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സ്പെഷ്യൽ ഓറ അടിക്കും. അത് അജു വർഗീസിന് വേറെ ഒരു സിനിമയിലും ഇല്ലാത്ത ഒരു ടൈപ്പ് ഒരു ഓറ തന്നെയാണ്. അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അപ്പൊ പേഴ്സണലി പറയുകയാണെങ്കിൽ ഔട്ട് ഓഫ് സീസൺ 1 ആൻഡ് സീസൺ 2 എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട സീസൺ 1 ആണ്. ബട്ട് കാസ്റ്റിംഗ് വൈസ് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സീസൺ 2 ആണ് ഇഷ്ടം 1-നേക്കാളും. ബട്ട് എനിക്ക് ഓവറോൾ എനിക്ക് ഇഷ്ടം, പേഴ്സണലി പറയുന്നതാണ്, എന്റെ മാത്രം ഒപ്പീനിയൻ ആയിരിക്കും, എനിക്ക് പേഴ്സണലി ഇഷ്ടം സീസൺ 1 ആണ് സീസൺ 2-നേക്കാളും നല്ലത്. പക്ഷെ അങ്ങനെയാണെങ്കിലും ഞാൻ പറയുന്നത് സീസൺ 2 മോശമാണെന്നല്ല, സീസൺ 2 വളരെ നല്ലതാണ്. നിങ്ങൾ എല്ലാവരും ഡെഫിനറ്റ്ലി മസ്റ്റ് വാച്ച് ചെയ്യണം. ഒരു മസ്റ്റ് വാച്ച് ഷോ തന്നെയാണ്. വളരെ നല്ലോണം എക്സിക്യൂട്ട് ചെയ്തേക്കുന്ന ഒരു സീരീസ് തന്നെയാണ്. അപ്പോ ജസ്റ്റ് പറയുന്നത് എന്താ വെച്ചാൽ എനിക്ക് പേഴ്സണലി ഇഷ്ടം സീസൺ 1 ആണെന്ന് മാത്രമേ ഉള്ളൂ. സീസൺ 2 മോശമെന്നല്ല. സീസൺ 2 നിങ്ങൾ എല്ലാവരും ഡെഫിനറ്റ്ലി വാച്ച് ചെയ്യേണ്ട ഒരു സീരീസ് തന്നെയാണ്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഗൈസ് നമ്മുടെ ക്രൈം ഫയൽ സീസൺ 2-നെ കുറിച്ചുള്ള എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻസ്. നിങ്ങളിത് ഡെഫിനറ്റ്ലി മസ്റ്റ് വാച്ച് ചെയ്യേണ്ട ഒരു സീരീസ് തന്നെയാണ്. നിങ്ങളിത് വാച്ച് ചെയ്യുമ്പോൾ ഞാൻ ഈ പറയുന്ന കോൺട്രഡിക്ഷൻസ് ആയിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ നിങ്ങൾ ശ്രദ്ധിക്കണം. സോ ദാറ്റ്സ് ഓൾ ഫോർ നൗ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. And this is all from Filmi Rasam signing off.